പറവൂർ ചിറ്റാറ്റുകരയിൽ പേ വിഷബാധ സ്ഥിരീകരിച്ച നായ ഒരാളെ കൂടി കടിച്ചു. നേരത്തെ 3 വയസ്സുകാരിയെയും നായ കടിച്ചിരുന്നു. വളർത്തുനായകൾക്കും തെരുവ് നായകൾക്കും വാക്സിനേഷൻ നടത്തുമെന്നും ശനിയാഴ്ച മുതൽ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തീരുമാനിച്ചിട്ടുണ്ട്. 18-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ തെരുവ് നായ്ക്കളെ മാത്രമല്ല, തെരുവ് നായ്ക്കളുടെ വേണ്ടിയിട്ടൊരു ഡ്രൈവും വലിയൊരു ക്യാമ്പയിൻ പോലെ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ 22-ാം തീയതി മുതൽ എല്ലാ വീടുകളിലെയും നായ്ക്കളെ കൂടി സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ പേവിഷബാധ സ്ഥിരീകരിച്ച ഈ നായ ഇത് എത്ര ആളുകളെയാണ് കടിച്ചത്? എന്ത് നടപടികളിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്? അമൃത, ഞായറാഴ്ചയാണ് ഈ 3.5 വയസ്സുള്ള കുട്ടിക്ക് തെരുവുനായയുടെ ആക്രമണം ഏൽക്കുന്നത്. ചെവിക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കുട്ടി ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് കൂടി കടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പഞ്ചായത്തിന് ലഭിക്കുകയും ചെയ്തു. പ്രതിരോധ കുത്തിവയ്പ് അടക്കം എടുത്തിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് ഇപ്പോൾ ഒരു സർവകക്ഷി യോഗമൊക്കെ ചേരാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് കമ്മിറ്റി ചേരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ചില തീരുമാനങ്ങൾ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. അതായത് ശനിയാഴ്ച മുതൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. തെരുവ് നായകളെയും വീട്ടിൽ വളർത്തുന്ന നായകളെയും പ്രത്യേകം നിരീക്ഷിക്കും. നായകൾക്ക് വാക്സിനേഷൻ അടക്കമുള്ള നടപടികൾ നടത്തും. വാക്സിനേഷൻ അടക്കം നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന്, പഞ്ചായത്തിൽ ABC സെന്റർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സമീപ പഞ്ചായത്തുകളിലും സ്ഥിതി സമാനമായ ഒരു അവസ്ഥ തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ജില്ലയിൽ 2 ABC സെന്ററുകൾ മാത്രമാണ് നിലവിൽ ഉള്ളത്. അതിന്റെ ഒരു വലിയ അപര്യാപ്തതയുണ്ട്. നിലവിൽ MLA തലത്തിലൊക്കെ ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകൂ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പഞ്ചായത്ത് പരിധിയിൽ നിലവിൽ എത്ര തെരുവുനായ്ക്കൾ ഉണ്ട് എന്നുള്ള ഒരു ഏകദേശ കണക്ക് പഞ്ചായത്തിന്റെ പക്കൽ ഉണ്ട്. പക്ഷേ അതിനപ്പുറം തെരുവുനായകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അത് സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം ഇവിടെ പലയിടങ്ങളിലും പഞ്ചായത്ത് പരിധിയിലെ പലയിടങ്ങളിലും തെരുവുനായ്ക്കളെ ഉപേക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി പഞ്ചായത്തിനുണ്ട്. അത് അക്കാര്യത്തിൽ തടയിടുകയും ചെയ്യണം. അത്തരം കാര്യങ്ങളിൽ ചില തുടർ നടപടികൾ എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ തെരുവുനായയുടെ കടിയേറ്റ കുട്ടിയുടെ ചികിത്സ അത് പഞ്ചായത്ത് ഏറ്റെടുക്കും. ചികിത്സ ഉറപ്പാക്കും എന്ന് പഞ്ചായത്ത് അധികൃതർ പ്രാഥമികമായിട്ടുള്ള ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നീട് ഇന്ന് സർവകക്ഷി യോഗം കൂടി ചേരുന്നുണ്ട്. അതിലായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക.